ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടുക്കടല യൂസ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, ഇഡ്ഡലിക്കൊക്കെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും റെസിപ്പി നോക്കാം. ആദ്യം തന്നെ വെല്ലുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താളിക്കാനായിട്ട് കുറച്ച് കടുകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തക്കാളി ഒരു 2 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം പൊട്ടുക്കടല ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ഫുൾ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കൂടി വേണം. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം തന്നെ പൊട്ടുക്കടല എടുത്തിട്ട് ഒരു ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ അത് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ കുറച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വെല്ലുള്ളി, പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയുടെ ആ ഒരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒരു റോസ് സ്മെല്ല് പോകുന്ന വരയ്ക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പൊട്ടുക്കടല മിക്സാക്കി വെച്ചിരുന്നില്ല, ആ ഒരു വെള്ളം അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പൊട്ടുക്കടല ആയതുകൊണ്ട് തന്നെ അത് കൊതിച്ച് വരുന്ന സമയത്ത് കുറുകി വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. അതിനുശേഷം അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുറച്ച് വറ്റിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിക്കും, പൂരിക്കും, ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.